കണ്ടറിയേണ്ടിയിരിക്കുന്നു വൃന്ദ. ശരി, അർജുനായുള്ള 12ാം ദിവസത്തെ തിരച്ചിൽ സമയത്തിനകം പുരോഗമിക്കും. പ്രദേശത്ത് മഴ കനക്കുന്നതാണ് പ്രധാന വെല്ലുവിളിയായി നിൽക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ പുരോഗമിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു അമൽനാഥ് പാടിച്ചാൽ. മറ്റു വാർത്തകളിലേക്ക്. വൈദ്യുതി വാങ്ങാൻ കരാറിൽ KSEBിക്കും സംസ്ഥാനത്തിനും തിരിച്ചടി. കുറഞ്ഞ ചിലവിലുള്ള ദീർഘകാല കരാറുകൾ പുനഃസ്ഥാപിച്ചത് അപ്പലേറ്റ് ട്രിബ്യൂണൽ റദ്ദാക്കി. 465 മെഗാവാട്ടിന്റെ കരാറുകൾ പുനഃസ്ഥാപിച്ച റെഗുലേറ്ററി കമ്മീഷന്റെ നടപടിയാണ് ട്രിബ്യൂണൽ റദ്ദാക്കിയത്. സംസ്ഥാനത്തിനും KSEBിക്കും ഒരുപോലെ തിരിച്ചടിയാണ് അപ്പലേറ്റ് ട്രിബ്യൂണലിന്റെ ഉത്തരവ്. കേന്ദ്ര സർക്കാർ മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് കരാർ പുനഃസ്ഥാപിക്കാനുള്ള തീരുമാനമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അപ്പലേറ്റ് ട്രിബ്യൂണൽ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനം റദ്ദാക്കിയത്. കമ്മീഷന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും അപ്പലേറ്റ് ട്രിബ്യൂണൽ വ്യക്തമാക്കുന്നു. സ്വകാര്യ കമ്പനികളുടെ ഹർജി പരിഗണിച്ചാണ് പുതിയ ഉത്തരവ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് പ്രതിസന്ധി മറികടക്കാൻ 465 മെഗാവാട്ട് വൈദ്യുതി 4.29 പൈസ നിരക്കിൽ 25 വർഷത്തേക്ക് വാങ്ങാൻ കരാറുണ്ടാക്കിയത്. കരാർ അനുസരിച്ച് 2023 വരെ കമ്പനികൾ വൈദ്യുതി നൽകുകയും ചെയ്തു. എന്നാൽ മുൻകൂർ അനുമതി വാങ്ങാതെയാണ് കരാർ ഉണ്ടാക്കിയതെന്ന് ചൂണ്ടിക്കാട്ടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ കരാർ റദ്ദാക്കി. ഇതോടെ കേരളം അതിരൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയിലേക്ക് നീങ്ങി. തുടർന്ന് സർക്കാർ ഇടപെട്ട് വൈദ്യുതി നിയമം സെക്ഷൻ 108 അനുസരിച്ച് കരാർ പുനഃസ്ഥാപിക്കാൻ നിർദ്ദേശം നൽകി. ഇതനുസരിച്ചാണ് കമ്മീഷൻ കരാർ പുനഃസ്ഥാപിച്ചത്. ഇതിനിടെ രാജ്യത്തെ വൈദ്യുതി മേഖലയിലെ സാഹചര്യം മാറിയിരുന്നു. ഒരു യൂണിറ്റ് വൈദ്യുതിക്ക് ശരാശരി 12 രൂപ പൊതുവിപണിയിൽ വിലയായി. ഇതോടെയാണ് കരാറിൽ ഏർപ്പെട്ട കമ്പനികൾ കമ്മീഷൻ തീരുമാനത്തിനെതിരായി അപ്പലേറ്റ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. കരാർ റദ്ദാക്കിയതിലൂടെ ഉണ്ടാകുന്ന നഷ്ടം കാരണക്കാരിൽ നിന്നും ഈടാക്കണമെന്ന് കേരള ഇലക്ട്രിസിറ്റി ഓഫീസേഴ്സ് കോൺഫെഡറേഷൻ ആവശ്യപ്പെടുകയും ചെയ്തു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം. കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ഭേദഗതി ചെയ്ത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. കണക്ഷൻ സംബന്ധമായ സേവനങ്ങൾക്ക് ഇനി ഓൺലൈൻ വഴി അപേക്ഷിക്കാം. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് വീട്ടിലെ വൈദ്യുതി കണക്ഷൻ പ്രയോജനപ്പെടുത്താനും അനുമതിയുണ്ട്. വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, കണക്ഷൻ സംബന്ധമായ സേവനങ്ങൾ ഇനി ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കാൻ സാധിക്കും. ഈ ഭേദഗതി ചെയ്തതോടുകൂടി എന്തൊക്കെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്? വൃന്ദ, കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡ് ഭേദഗതി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ വരുത്തിയിട്ടുണ്ട്. കണക്ഷൻ സംബന്ധമായ സേവനങ്ങൾക്ക് ഇനി ഓൺലൈൻ വഴി അപേക്ഷിക്കാമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരിട്ട് KSEB ഓഫീസിൽ പോകാതെ തന്നെ പുതിയ കണക്ഷൻ ഓൺലൈനായി എടുക്കാനായി സാധിക്കും. റീകണക്ഷൻ, അതോടൊപ്പം നിലവിലെ കണക്ഷന്റെ പരിഷ്കരണം, താരിഫ് മാറ്റം, കണക്റ്റഡ് ലോഡ് തുടങ്ങിയ സേവനങ്ങൾ ഉറപ്പാക്കാൻ സാധിക്കും. അപേക്ഷിച്ചാൽ 7 ദിവസത്തിനകം, ദുർഘട പ്രദേശമാണെങ്കിൽ 1 മാസത്തിനകവും വൈദ്യുതി കണക്ഷൻ നൽകണമെന്നാണ് വ്യവസ്ഥ. ചെറുകിട വ്യവസായ സംരംഭങ്ങൾക്ക് വീട്ടിൽ വൈദ്യുതി കണക്ഷൻ പ്രയോജനപ്പെടുത്താനും അനുമതിയുണ്ട്. അവർക്ക് അധിക ലോഡ്, അതായത് 5 കുതിരശക്തി വരെയുള്ള മോട്ടോർ ആണെങ്കിലോ 4 കിലോ വാട്ട് വരെയുള്ള കണക്റ്റഡ് ലോഡ് ആണെങ്കിലോ ഉള്ള ചെറിയ സംരംഭങ്ങൾക്ക് വീടുകൾക്കൊപ്പം തന്നെ ചേർന്ന് വൈദ്യുതി ഉപയോഗിക്കാം. അവർക്ക് പ്രത്യേക കണക്ഷൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നും ഈ ഭേദഗതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 2020 പ്രസിദ്ധീകരിച്ച ഇലക്ട്രിസിറ്റി റൈറ്റ്സ് ഓഫ് കൺസ്യൂമേഴ്സ് റൂൾസിന്റെ തുടർച്ചയായാണ് ഈ ഭേദഗതി വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ലൈസൻസിയുടെ ഓഫീസിൽ പോകാതെ തന്നെ ഈ നടപടികളെല്ലാം സ്വീകരിക്കുമ്പോൾ അതിലെന്തെങ്കിലും തടസ്സമുണ്ടായാൽ, തടസ്സമുണ്ടെങ്കിൽ ലൈസൻസിയുടെ ഉയർന്ന ഉദ്യോഗസ്ഥനെയും കൺസ്യൂമറെയും അറിയിക്കുന്നതിനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് KSEB നേരിട്ട് അറിയിക്കേണ്ട സാഹചര്യമുണ്ട്. ഏതായാലും കണക്റ്റഡ് ലോഡ് അടക്കമുള്ള കാര്യങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇതിന്റെ തുക അടയ്ക്കാൻ സാധിക്കും. തുക എന്താണെന്ന് ഈ ഓൺലൈനായി അപേക്ഷിക്കുമ്പോൾ തന്നെ കൃത്യമായി അറിയാനും സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ KSEBയുടെ ഓഫീസുകളിൽ കയറി ഇറങ്ങുന്ന പ്രശ്നം ഒഴിവാക്കുക, സുഗമമായ പ്രവർത്തനം കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തു കൂടി തന്നെയാണ് ഈ 5ാം ഭേദഗതി കൊണ്ടുവന്നിരിക്കുന്നത്. ഏതായാലും വലിയ രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും 20 കിലോവാട്ടിന് മുകളിലുള്ള വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾക്ക് കെട്ടിട നിർമ്മാണ അനുമതി ലഭിച്ചാൽ ഉടനെ തന്നെ കണക്റ്റഡ് ലോഡിന്റെ പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിന്റെ ലൈസൻസിന് ആവശ്യമായ വൈദ്യുതി നിർബന്ധമായി നൽകണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിനുവേണ്ടി അപേക്ഷിച്ച അംഗീകാരം വളരെ വേഗത്തിൽ നേടാനായി സാധിക്കും. ഏതായാലും ആവശ്യമായുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കും. അത്തരത്തിലുള്ള ഒരു വലിയ മാറ്റമാണ് ഈ പുതിയ ഭേദഗതിയിൽ നിന്നും ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. ഉപഭോക്താക്കൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പ്രത്യേക ഒരു ഉപകാരമുള്ള ഒരു പ്രവൃത്തി തന്നെയാണ് KSEBയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ശരി വിഷ്ണു, തുടരുക. മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയാനുണ്ട്. സംസ്ഥാനത്തെ മാലിന്യ പ്രശ്നം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ച സർവകക്ഷി യോഗം എന്ന് വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും. വിഷ്ണു, ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ടകൾ എന്തൊക്കെയാണ്?
ഇന്ന് വൈകിട്ട് 3:30 ഓൺലൈനായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ പ്രത്യേക യോഗം വിളിക്കുന്നത്.